നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ കുറേ സുഹൃത്തുക്കൾ പറയും സോപ്പ് ഒട്ടിക്കുന്നതെന്ന് കാണിക്കണേന്ന്. എൻ്റെ സോപ്പ് ഒട്ടിക്കുന്നത് എളുപ്പമാണ്, നോക്ക്. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കവറുണ്ടല്ലോ, ബേക്കറി സാധനങ്ങളൊക്കെ പൊതിയുന്ന കവർ, അത് വാങ്ങുക. അത് 100 മീറ്റർ വിട്ടുള്ളതുണ്ട്. നമ്മളിപ്പോൾ 600 മീറ്ററിൻ്റെ നമ്മൾ ഒരുപാട് ഇത് ചിലവാക്കുന്നത് കൊണ്ടാണ് വലിയ റോള് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് കോണോട് കോൺ എടുക്കുക, വലിച്ചൊട്ടിക്കുക. ഒരുപാട് വലിച്ചാൽ അത് കീറിപ്പോവും. ഒരു മീഡിയം പരുവത്തിൽ വലിച്ചൊട്ടിക്കുക. 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ അത് കീറിയൊക്കെ പോവും, പിന്നെ അങ്ങ് ശീലമാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വരുന്നത് എയർ നമ്മളൊരു സൈഡിലോട്ട് മേളോട്ട് തള്ളി അങ്ങ് വിടുക. എയറിൻ്റെയൊക്കെ ഒരു പരുവം വരെയൊക്കെ വലിയ ചുളുക്കൊക്കെ ഇല്ലാതെ നമുക്ക് ചെയ്തൊക്കെ എടുക്കാം. കുറച്ചൊക്കെ ചുളുക്ക് വരും, ബാക്കിയൊക്കെ ഒരു പരുവത്തിന് നമുക്ക് എയർ ഉള്ളതിനെയൊക്കെ മേളോട്ട് വിട്ട്, ചുളുക്കുള്ളതിനെയൊക്കെ മേളോട്ട് വിട്ട് ചെയ്യുക ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സോപ്പ് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ് പിന്നെയും നമുക്ക് മെസ്സേജ് ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ആദ്യം കുറച്ച് പാട് വരും. നമ്മൾ വലിക്കുമ്പം ഒരു പരിധി കൂടുതൽ വലിച്ചാൽ അതങ്ങ് കീറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ചുളുക്കൊക്കെ നമുക്ക് ഒരു പരുവം വരെ മേളോട്ട് തള്ളി അങ്ങ് വിടാം. എയറൊക്കെ അങ്ങ് പോകും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റൊന്നുമില്ല. കുറേ സാധനം ഇന്നിപ്പോൾ അയച്ചിട്ട് വന്ന് വീണ്ടും നാളത്തേക്കുള്ളത് സെറ്റ് ചെയ്യുവാണ്. സ്റ്റാഫിനെ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അവർ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഓണം കഴിയും. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ അങ്ങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു ചടങ്ങാണ്. തിരുമലൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് പുറം വേദനയൊക്കെ ഉണ്ട്. 2-3 ദിവസമായിട്ട് വന്നിട്ട് ഇതുവരെ റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അന്നേരം തൊട്ട് പണി നടത്തുക. ഒരുപാട് സോപ്പിന് ഓർഡർ ഇപ്പോൾ ഉണ്ട്. ഈ ഒട്ടിക്കുന്നതൊക്കെ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. മണിക്കൂറുകളോളം ഇരിക്കണം ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കണമെങ്കിലേ. ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ ഇച്ചിരി ചടങ്ങാണ്. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ പല ആൾക്കാരും പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ സോപ്പ് ഇരുന്നാൽ ചീത്തയാവും. ഇല്ല, ഇത് ഉണ്ടാക്കി അന്ന് തന്നെ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ച് മാറ്റണം. ഇതിൻ്റെ പുറത്തൊരു ഈർപ്പം പിടിക്കും, അത് പിടിക്കാനുള്ള അവസരം കൊടുക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ഒട്ടിച്ച് മാറ്റിയേക്കണം. ഒട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇരുന്നോളും. 6 മാസമൊക്കെ നമ്മുടെ സോപ്പുകൾ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മളതിനകത്ത് ഒരുപാടൊന്നും ജ്യൂസ് ചേർക്കുന്നില്ലല്ലോ, കുറച്ച് ജ്യൂസെല്ലാം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ റോള് ഇത് ഇത്രയും വലുതൊന്നും കണ്ട് നിങ്ങൾ മേടിക്കണ്ട. ഇത് ചെറുതുണ്ട്, 100 മീറ്ററിൻ്റെ ഒക്കെ ഉണ്ട്. അത്യാവശ്യ സർവീസിന് അതൊക്കെ മേടിച്ചാൽ മതി. നമുക്ക് ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ടാണ് വലിയ റോളൊക്കെ എടുക്കുന്നത്. ഞാൻ നേരത്തെ ചെറിയ റോളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം 4, 6, 8 ടേബിളിൻ്റെയൊക്കെ ഇതനുസരിച്ച് ഇത് നീളത്തിൽ വലിച്ചൊക്കെ വിട്ടാൽ മതി. വിട്ടിട്ട് ഇതേപോലെ ഇപ്പം നമ്മൾ അവിടെ ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്നതാണ്ട് ഒരു 4 എണ്ണം വെച്ച് ഒരേ സമയം 4 എണ്ണം വെച്ച് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ദിവസമൊക്കെ ഒന്ന് പരിചയമാകുന്നിടം വരെ, ഇതിൻ്റെ ബാലൻസ് ഒന്ന് കിട്ടുന്നിടം വരെ ചിലപ്പോൾ പേപ്പർ കീറിപ്പോവും. അത് കഴിയുമ്പോൾ പിന്നെ പേപ്പർ കീറത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് വലിച്ചെടുക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ വലിക്കരുത്, കീറിപ്പോവും കേട്ടോ. നൈസായിട്ടുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ആദ്യം 5-6 പ്രാവശ്യമൊക്കെ കീറും. ഞാൻ ചെയ്ത് പഠിച്ചപ്പോഴും അതേപോലെയൊക്കെ തന്നെ ആയിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കങ്ങ് ശീലമാവും. അതിൻ്റെ പരുവം മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അങ്ങ് ശീലമാവും. എന്താ മാക്സിമം ഇതേപോലെ തള്ളി അങ്ങ് എയർ മേളോട്ട് അങ്ങ് വിടുക. എന്നിട്ട് ഈ താഴെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചങ്ങ് മാറ്റുക. ഇത് കണ്ട, ഇത്രയേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് വീണ്ടും ഒട്ടിക്കുന്ന കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. അതിപ്പോൾ അവർക്ക് വേണ്ടിയാണ് വീഡിയോ. സോപ്പ് ഉണ്ടാക്കുന്ന കുറേ വീഡിയോ ഇട്ടിട്ടും പിന്നെ ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണേ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇടുന്നതായിരിക്കും. ഉടനെ തന്നെ നമുക്ക് വീണ്ടും സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട് തരാം. സംശയങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാം. ഓണമായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്, സോപ്പ് ഒരുപാട് കൊടുക്കണം. അപ്പോൾ ഇത് ഈ തൊഴിൽ ചെയ്ത് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റും. ഇതേന്നും പറഞ്ഞ് നിൽക്കണം. ഇപ്പം ഞാൻ കണ്ടില്ലേ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അന്ന് 2 ആഴ്ച റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞ് വിട്ടാൽ ഞാൻ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. ഇതേപോലെ ഇരുന്ന് വർക്ക് ചെയ്യുവാണ്. നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കുക. ആൾക്കാർക്ക് ഇന്ന് പതയും മണവും പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും നോക്കും. പെട്ടെന്ന് അലുത്തൊന്നും പോകാത്ത രീതിയിലുള്ള സാധനമൊക്കെ ആണെങ്കിൽ ആൾക്കാർ മേടിക്കും.
അതും പ്രത്യേകിച്ച് വേപ്പിൻ്റെയും തുളസിയുടെയും ശംഖുപുഷ്പത്തിൻ്റെയും ഒക്കെ ആകുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ സോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീട് മൊത്തം മണം, അതേപോലത്തെ മണമൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അതേപോലെ ഇത് ഒട്ടിച്ചിട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ബ്ലേഡോ എന്തെങ്കിലും എടുത്ത് വെച്ച് വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് നൂത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് കയറി ഒട്ടിക്കഴിഞ്ഞാൽ കാണാനേ പറ്റത്തില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ട സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ തോതിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കണമെന്നില്ല. പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വരും. ഇത് വിക്കിപ്പനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുക്കണമല്ലോ. ലൈസൻസ് എടുക്കുമ്പോൾ നമുക്കൊരു പേര് വേണം, കമ്പനിക്ക് ഒരു പേര്, സോപ്പിനൊരു പേരൊക്കെ ഇടണം. പേരൊക്കെ ഇട്ട് ലൈസൻസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിക്കറൊക്കെ ആ പേരിൽ അടിച്ചിറക്കാം. നമ്മുടെ കമ്പനിയുടെ പേര് ഏഞ്ചൽ എന്നാണ്. ആ പേരിലാണ് നമ്മൾ ലൈസൻസൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളും ചെയ്യുമ്പോൾ അതേപോലെ ലൈസൻസ് എടുക്കുമ്പോൾ ഒരു പേരിട്ടുകൊണ്ടൊക്കെ വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് ലൈസൻസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലൈസൻസ് 4 തരമുണ്ട്. തൽക്കാലം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു കടയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു റൂമോ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് വേണം പഞ്ചായത്തിൻ്റെ ലൈസൻസ് എടുക്കാൻ. അങ്ങനെ 3-4 ലൈസൻസ് ഉണ്ട്. അതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ തോതിൽ തുടങ്ങാം. ഇപ്പം നമുക്ക് നിലവിൽ 3 ഐറ്റം സോപ്പാണ് ഉള്ളത്: ശംഖുപുഷ്പം, വേപ്പ്, തുളസി. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി. ഒരു സോപ്പിന് ഇപ്പം 40 രൂപയാണ്. പക്ഷേ ഇനി സ്റ്റിക്കർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, വിലയ്ക്ക് മാറ്റം വരും. ഇപ്പോൾ സാധനത്തിനെല്ലാം വില കൂടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ മാറ്റം വരും വിലയ്ക്ക് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മൾ ഈ സ്റ്റിക്കർ ഓൾറെഡി ഒരുപാട് ഉള്ളത് കൊണ്ട് 40 രൂപ റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ സോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു.